അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാന്യരായ മിസ്ബാഹ് ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ പഠിതാക്കളെ, സൂറത്തുൽ അൻആമാണ് ഇത്തവണ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 165 വചനങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. 20 റുക്കൂകളായിട്ടാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, മക്കയിൽ അവതീർണമായ, അതും ഒറ്റ സ്ട്രെച്ചിൽ ഒരേ പ്രാവശ്യം തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ ആയത്തുകൾ വന്നിട്ടുള്ള ഒരു സൂറത്തും കൂടിയാണിത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെയൊക്കെ സിഹത്തുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ ഓഡിയോ ക്ലസ്റ്ററിൽ വളരെ പ്രധാനമായി ഇതിൻ്റെ ആശയങ്ങളും പ്രധാനപ്പെട്ട ഭാഗങ്ങളും മാത്രമാണ് ചർച്ച ചെയ്ത് പോകാനുള്ള സമയമുള്ളത് എന്നുള്ളതുകൊണ്ട് കൂടുതലായിട്ട് പ്രതികരിക്കുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ നമുക്കറിയാലോ, മക്കിയ സൂറത്തുകളുടെ പ്രത്യേകത എന്താ? തൗഹീദും ആഖിറത്തും റിസാലത്തും ഒക്കെയാണ് ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. മക്ക മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവരുടെ വിശ്വാസപരമായിട്ടുള്ള വൈകല്യങ്ങളെ, അവരുടെ അനാചാരങ്ങളെയൊക്കെ ഇതിൽ തുടർന്ന് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അൽ അൻആം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞു നോക്കി, കൂടെ പറഞ്ഞു നോക്കി. അൽ അൻആം എന്ന് പറഞ്ഞാൽ അതെ കന്നുകാലികൾ എന്നാണ് അർത്ഥം വരിക, അല്ലേ? കാലികൾ എന്ന അർത്ഥത്തിലാണത് പ്രയോഗിക്കപ്പെട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്ന്? അള്ളാഹു അല്ലാത്ത ആടുമാടൊട്ടകങ്ങളെയൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നേർച്ച വഴിപാടാക്കിയിട്ട് അവരോധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പേര് വന്നത്, അല്ലേ? ഇനി മാത്രമല്ല, ഇതിൽ നടത്തുന്ന ഓരോ പ്രത്യേകമായിട്ടുള്ള അഭിസംബോധനകളൊക്കെ മക്ക മുശ്രിക്കുകളെ പരാമർശിക്കുന്നതായതുകൊണ്ട് കാലു എന്ന പ്രയോഗം, അവർ പറഞ്ഞു എന്നൊക്കെയുള്ള രൂപത്തിൽ പ്രയോഗം വരുന്നത് കാണാൻ വേണ്ടി പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിരിച്ച് റീപ്ലൈ കൊടുക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് കുൽ എന്ന പ്രയോഗവും നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് തുടങ്ങാം, അല്ലേ? ഇതിലെ ഒന്നാമത്തെ ആയത്തിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലദ്ദുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. ഒരു പരീക്ഷാ അടിസ്ഥാനത്തിൽ മാത്രം നോക്കുന്ന ആൾക്കാരായി നമ്മൾ മാറരുത്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുകയും ചെയ്യണം. ഇപ്പോൾ എക്സാമിന് വരുന്ന രൂപം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്. എന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ടൊക്കെ ചെയ്ത് എക്സാമിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യണം. അപ്പോൾ പ്രത്യേകം ആ കാര്യം സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഖുർആനിലെ 5 സൂറത്തുകളാണുള്ളത്. 5 സൂറത്ത് നമുക്ക് ന്യായപ്രകാരം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിൽ 5 സൂറത്ത് എന്ന് പറയുന്നത് ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്. അത് ശരിക്കും തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ്. എങ്കിൽ പോലും അത് നമുക്ക് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് കഴിഞ്ഞതിന് ശേഷം അടുത്തത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് എന്നുള്ളത് കൊണ്ട് നമുക്കത് അങ്ങനെ അതിനെയും അതിലേക്ക് കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. അതിന് പുറമെ ഏതാണ്? സൂറ അൽ അൻആം ഒന്ന്, അതേപോലെ തന്നെ സൂറത്തു സബ ഉണ്ട്, സൂറത്തുൽ കഹ്ഫ് ഉണ്ട്, സൂറത്തുൽ ഫാത്തിർ ഉണ്ട്. ഇതിലൊക്കെ എന്താ പറയണത്? ഈ അൽഹംദുലില്ല വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഇസ്മുൽ മൗസൂല കൊടുത്തിട്ട് അല്ലദീ എന്ന് പറഞ്ഞിട്ട് ബാക്കി എന്ത് കാരണം എന്നുള്ളത് പറയാണ് അവിടെ ചെയ്യുന്നത്. സൂറ ഫാത്തിറിലൊക്കെയാണെങ്കിൽ ഫാത്തിരു സമാവാത്ത്, ആകാശത്തെ രൂപപ്പെടുത്തി. ഇവിടെ ഖലഖസ് സമാവാത്തി വൽ അർള എന്നുള്ളതാണ്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിന് പ്രത്യേകമായി സ്തുതി കീർത്തനങ്ങൾ കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂടെ, അൽഹംദ് എന്ന പ്രയോഗം ഖുർആനിൽ 23 സ്ഥലത്തുണ്ട്. 23 സ്ഥലത്ത് ഖുർആനിന് അൽഹംദ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തുടങ്ങുന്നത് ആണ് നേരത്തെ എന്ത് ചെയ്തത്? 4, 5 എന്നൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഇവിടെ ഈ ആയത്തിൽ പറയുന്ന എല്ലാ വാക്കുകളും ഏറെക്കുറെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കേട്ടതാണ്, ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടതാണ്, അല്ലേ? അർള്, സമാവാത്ത്. സമാവാത്ത് എന്നുള്ളത് എന്താണ്? ആണ്, പ്ലൂരലാണ്, ബഹുവചനമാണ്. സമാഇൻ്റെ പ്ലൂരലാണ്, അല്ലേ? അതായത് ആകാശങ്ങൾ, ഉപരിലോകങ്ങൾ എന്നർത്ഥം വരുന്നതാണ്. വൽ അർള് ഭൂമി. അപ്പോൾ ആകാശങ്ങളും ഭൂമിയും സംവിധാനിച്ചവന്, പടച്ചവൻ, അവൻ അങ്ങനെയുള്ള പടച്ചവനാണ് സർവസ്തുതിയും. ആ പടച്ചവൻ തന്നെയാണ് എന്താ നിശ്ചയിച്ചത്? ജഅല എന്ന് പറഞ്ഞാൽ ആക്കി, നിശ്ചയിച്ചു, ഉണ്ടാക്കി എന്നൊക്കെ അർത്ഥം. അദ്ദുലുമാതി വന്നൂർ. എന്തിനെ? ദുലുമാത്തിനെ, അല്ലേ? ദുലുമാത്ത് അന്ധകാരങ്ങളാണ്. വന്നൂർ, നൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെളിച്ചമാണ്, പ്രകാശമാണ്. എന്ന് ഇങ്ങനെയൊക്കെ ആയിട്ടും സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ, തങ്ങളുടെ റബ്ബിനോട് യഅദിലൂനാണവർ. യഅദിലൂൻ എന്ന് പറഞ്ഞാൽ എന്താ? സമപ്പെടുത്തുന്നു എന്നാണ്. അവർ സമപ്പെടുത്തുന്നു.
അവിശ്വസിച്ച ആളുകൾ, കുഫറിൽ ആണ്ടുപോയ ആളുകൾ, കഫറ കഫറു എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ അവിശ്വസിച്ചു. അല്ലദീന കഫറു എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചവർ. എന്നിട്ടും അവരെന്താണ് ചെയ്യുന്നത്? തങ്ങളുടെ റബ്ബിൽ അവർ സമന്മാരെ ഉണ്ടാക്കുന്നു, റബ്ബിനിങ്ങനെ കെടയൊപ്പിക്കുന്നു. റബ്ബിനെ പോലെയുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ആ ഗുണഗണങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് ചേർത്തി പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹ്ക്ക് സ്തുതി പറഞ്ഞുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പ്രതിപാദിക്കുകയാണ്. പിന്നെ നോക്കുങ്ങൾ, എന്തുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ പറയണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ. നമ്മൾ അൽഹംദുലില്ലാ പറയുന്നത് എല്ലാം തന്ന പടച്ചോൻ, ആ പടച്ചോൻ നമ്മൾ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് തന്നാൽ തന്നെ നമ്മൾ നന്ദി പറയാൻ വേണ്ടിയിട്ട് പിന്നാലെ നടക്കും. അപ്പോൾ അള്ളാഹ്ക്ക് നമ്മൾ നന്ദി കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും കൊടുക്കണം. രാജാതിരാജനായ പടച്ചോന് നന്ദി കൊടുത്തില്ലേ പിന്നെ ആർക്കാ കൊടുക്കുക? അതിൻ്റെ ഭാഗമായി നമ്മൾ ഡെയിലി സ്ഥിരോത്സാഹത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ അൽഹംദ് തുടങ്ങുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥനകളാണ് നമുക്കുള്ളത്. അഫ്ദലു ദുആ എന്നാണ് ശരിക്കും അൽഹംദുലില്ലാഹിനെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. അതേപോലെ അൽഹംദുലില്ലാഹി ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. എപ്പോൾ വസ്ത്രം ധരിച്ചതിന് ശേഷം അല്ലെ, വസ്ത്രം ധരിക്കുന്ന സമയത്ത് നമ്മൾ അതാണ് പറയുന്നത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹി ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ അലൈഹി അൽഹംദുലില്ലാഹി ലദീ അത്അമനി വസഖാനി വജഅൽനി മിനൽ മുസ്ലിമീൻ. അങ്ങനെ പല രൂപത്തിൽ. പിന്നെ അൽഹംദുലില്ലാ തുടങ്ങുന്ന എത്ര പ്രാർത്ഥനകളാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളുള്ളത് അല്ലേ. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, അതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സൂറത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ എന്ത് ചെയ്തു? ഏറെക്കുറെ സൂചിപ്പിച്ചു. മക്കിയാണ്, 165 ആയത്തുകളാണ് ഇതിനകത്തുള്ളത്. അൽഹംദ് കൊണ്ടാണ് ഇത് തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞു. അങ്ങനെ അൽഹംദ് കൊണ്ട് തുടങ്ങുന്ന വേറെ സൂറത്തുകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. എല്ലാതരം അന്ധകാരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദുലുമാത്ത് എന്ന് ബഹുവചന രൂപത്തിലാണ് ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. പിന്നെ എന്തൊരു കാര്യത്തിനും നൂറ് എന്ന് പറയാൻ പറ്റുമോ, പ്രകാശം എന്ന് പറയാൻ പറ്റുമോ, അതിനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ നൂർ എന്ന ഏകവചന രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചില പ്രത്യേകതകൾ ഈ വാക്കുകളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി സാധിക്കും. അന്ധകാരങ്ങളുടെ വൈവിധ്യവും അതിൻ്റെ തരതര വ്യത്യാസങ്ങൾ, അതിൻ്റെ ആധിക്യം, അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ബഹുവചന രൂപത്തിൽ അതിനെ പറഞ്ഞത്. അന്ധകാരങ്ങളെ നീക്കം ചെയ്യാനുള്ള ഏക മാർഗം എന്താണ്? കൃത്യമായി പ്രകാശത്തിൻ്റെ നേർരേഖയിലൂടെ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന വിശുദ്ധ ഖുർആൻ എത്ര ആയത്തുകൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ശരിയല്ലേ? യുഹ്രിജു മിനൽ എന്താ പറയുക, അതിനെ പുറത്ത് കൊണ്ടുവരുന്നു. മിനദ്ദുലുമാത്തി ഇലന്നൂർ അല്ലേ. അന്ധകാരത്തിൻ്റെ കൂരിരുട്ടിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ അതേപോലെ തന്നെ സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്കൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സംഗതി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ആയത്തിലേക്ക് കടന്നാലോ. ഹുവല്ലദീ ഖലഖകും മിൻ തീനിൻ സുമ്മ ഖളാ അജലൻ വഅജലുൻ മുസമ്മൻ ഇൻദഹു സുമ്മ അൻതും തംതറൂൻ. അള്ളാഹിൻ്റെ പ്രത്യേകത പറയാൻ കേട്ടോ. ഹുവല്ലദീ അവൻ, അതായത് ആരാണ്? ഖലഖകും മിൻ തീനിൻ, നമ്മളെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? തീനിൽ നിന്നാണ്. തീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ് എന്നർത്ഥം കേട്ടോ. അങ്ങനെ വേർഡ് മീനിങ്ങൊക്കെ നമ്മൾ നോക്കി വെക്കണേ. സുമ്മ ഖളാ, പിന്നീട് അവൻ എന്ത് ചെയ്തു? അവൻ വിധിച്ചു അല്ലെങ്കിൽ അവൻ നിശ്ചയിച്ചു എന്നൊക്കെ അർത്ഥം. ഖള എന്നുള്ളതിനൊക്കെ ഒരുപാട് മീനിങ് ഉണ്ട് കേട്ടോ. ചെലവഴിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ വിധിച്ചു അല്ലെങ്കിൽ നിർണയിച്ചു, നിശ്ചയിച്ചു എന്നൊക്കെ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അജലൻ, എന്തിനെ? ഒരവധിയെ നിശ്ചയിച്ചു. വഅജലുൻ മുസമ്മാ ഇൻദഹു, അവധി നിശ്ചയിച്ചു, നിശ്ചയിക്കപ്പെട്ട ഒരവധി അവൻ്റെ അടുക്കലുണ്ട് താനും. എന്നിട്ടും എന്ത് ചെയ്യാണ്? സുമ്മ അൻതും തംതറൂൻ. തംതറൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സംശയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സംശയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്തിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പടച്ചോൻ പറയണത്. ഒന്ന്, മനുഷ്യന്മാരായ നമ്മളെയൊക്കെ, അല്ലെങ്കിൽ അള്ളാഹ് പറയുമ്പോൾ നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കളിമണ്ണിൽ നിന്നുള്ള സൃഷ്ടിപ്പ്, അഥവാ ആദം നബി ആദ്യ പിതാവിൻ്റെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്നാണ്. അത് ഖുർആനിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലുണ്ട്. എന്നാൽ പിന്നീട് ആ സൃഷ്ടിപ്പിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് പിന്നീട് അത് മനുഷ്യ ബീജം അല്ലേ,
അതിൻ്റെ ഗർഭാശയത്തിലൂടെയുള്ള വളർച്ചകൾ, അതൊക്കെ അതിൽ പ്രത്യേകം എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മനുഷ്യൻ്റെ ഉത്ഭവം കളിമണ്ണാണ് എന്നുള്ള അർത്ഥത്തിലാണ് തീന് പ്രയോഗിക്കുന്നത്, അല്ലേ? തുറാബ്, തീന്, സൊൽസാലിൻ കൽ ഫഖാർ, അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ ഖുർആനിൽ നമുക്ക് പല ഭാഗങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ എന്താ പറയുക, തെറിച്ച് വീഴുന്നതായിട്ടുള്ള ഇന്ദ്രിയ തുള്ളിയിലേക്ക് അവൻ നോക്കുന്നില്ലേ എന്ന പ്രയോഗം ഖുർആനിലുണ്ട്. അത് വൈരുദ്ധ്യമല്ല, മറിച്ച് ആദ്യ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. മനുഷ്യൻ എന്ന വർഗത്തിൻ്റെ തുടക്കം, പിന്നീട് അതിൻ്റെ പ്രത്യുൽപാദനം, അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട മറ്റൊരു റൂട്ട്, അതൊക്കെ ഖുർആൻ വ്യത്യസ്ത ഭാഗങ്ങൾ പറയുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇനി സൃഷ്ടിപ്പ് മാത്രമല്ല പടച്ചോൻ ചെയ്തത്. രണ്ടാമത്തെ പോയിന്റ് എന്താ ഇവിടെ പറയണത്? ഒരവധി അവൻ നിശ്ചയിച്ചു എന്നുള്ളതാണ്, അല്ലേ? മൂന്നാമത്തെ പോയിന്റ് എന്താണ്? നിർണയം ചെയ്യപ്പെട്ട മറ്റൊരവധി അവൻ്റെ അടുക്കലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടവധിയെ പറ്റിയിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ടല്ലോ, അല്ലേ? ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ രണ്ടവധിയെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നതിൽ അതിന് വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങൾ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്ന് മരണം വരെയുള്ള ഒരു ജീവിതം, അല്ലേ? അതാണ് അവധി എന്ന് പറയുന്നത്. മരിക്കാന്ന് പറയുന്ന ഒരു അവധി, മരിക്കുന്നത് വരെയുള്ള ആ ഒരു അവധി. രണ്ടാമത്തത് എന്ത് പറഞ്ഞാൽ മൊത്തത്തിൽ അത് ഓരോ ഇൻഡിവിജ്വലിനും കിട്ടുന്ന ഒരവധിയാണ്, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അവധിയാണ്. എന്നാൽ മൊത്തത്തിൽ പരലോകം ആകുന്ന ഒരവധി, ഖിയാമത്ത് എന്ന് പറയുന്ന ഒരവധി, അത് മൊത്തത്തിൽ എല്ലാവർക്കും ആയിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് വരെയുള്ള ആ ഒരു അവധിയാണ്. അങ്ങനെ ഒരു അഭിപ്രായം അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതാണ് പ്രബലമായ അഭിപ്രായം. മരണം വരെയുള്ള അവധി, അതേപോലെ തന്നെ ഖിയാമത്ത് വരെയുള്ള രണ്ടാമത്തെ അവധി. പിന്നെ സൃഷ്ടിച്ച് മരിക്കുന്നത് വരെയുള്ള ആ ഒരു ടൈമിനെ അവധിയായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞ അവധിയായിട്ട് കണ്ടിട്ടുണ്ട്. ആ നിരക്കുള്ള വിശദീകരണങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. മരണം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ എന്നുള്ള ഇതൊക്കെ പരസ്പരം ഒരു പൂരകങ്ങളാണോ ചോദിച്ചാൽ അങ്ങനെയാണ്. എന്നാൽ ചെറിയ വ്യത്യാസങ്ങൾ ഈ അഭിപ്രായങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ വേറൊരു അഭിപ്രായം വന്നിട്ടുള്ളത്, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാരുടെ ഒരു അവധി, ഇനി വരാൻ പോകുന്ന ആൾക്കാരുടെ ഒരു അവധി എന്നുള്ള നിലക്ക് ഒരു മാലി ബാക്കി എന്ന അർത്ഥത്തിലുള്ള വിശദീകരണങ്ങളും ഇതിന് കാണാൻ വേണ്ടി കഴിയും. ഇനി ഉറക്കം, മരണം, അങ്ങനെ രണ്ടവധിയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളത് പറയപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ആയുസ്സിൽ നിന്ന് ചെലവഴിച്ചതും ഇനി ജീവിക്കാൻ ബാക്കിയുള്ളതും ഒക്കെ ആയിട്ടുള്ള നിലക്കുള്ള അവധിയെ പറ്റിയിട്ടൊക്കെ ഉള്ള പരാമർശങ്ങൾ ഈ ഒരു ചെറിയ വചനത്തിന് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പഠിപ്പില്ല. എന്തായാലും ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ആയത്തിൻ്റെ പ്രത്യക്ഷമായ അർത്ഥത്തിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന കാര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, സുമ്മ ഖളാ അജലൻ വ അജലുൻ മുസമ്മ ഇൻദഹു, പിന്നീട് അവനൊരു അജലുണ്ടാക്കി, അതേപോലെ തന്നെ നിശ്ചയിച്ചു, അജലുൻ മുസമ്മ ഇൻദഹു, അവൻ്റെ അടുക്കൽ അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു അവധിയും അവൻ നിശ്ചയിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ ആളുകൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയല്ലോ, നമുക്കും അത് വരും എന്നുള്ള ആ ഒരു അവധി എന്ന അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. മറ്റേത് അള്ളാഹിൻ്റെ അടുക്കലുള്ള അവധിയാണ്. എന്നിട്ടും അവർ സന്ദേഹപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സംശയിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ സംശയം അവർക്ക്? അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? പരലോകമൊക്കെ അങ്ങനെ ഒന്നുണ്ടോ? അല്ലെ? ആ രൂപത്തിലാണ് അവരുടെ സംശയങ്ങൾ പോണത്. പോട്ടെ, ഇനി മൂന്നാമത്തെ ആയത്തിലേക്ക് നമുക്ക് വരാം. വഹുവല്ലാഹു ഫിസ്സമാവാതി വഫിൽ അർദ് യഅലമു സിർറകും വജഹറകും വയഅലമു മാ തക്സിബൂൻ. വഹുവ അവൻ, അല്ലാഹു, അവനാരാണ്? അല്ലാഹു ആണ്. ഫിസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ള പടച്ചോൻ, അല്ലേ? ആകാശങ്ങളിലും ഭൂമിയിലുള്ള പടച്ചോൻ. പിന്നെ പറയുന്നത് എന്താണ്? യഅലമു സിർറക്കും, നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്ന പടച്ചോൻ, സീക്രട്ട് അറിയുന്ന പടച്ചോൻ. സിർ എന്ന് പറഞ്ഞാൽ സീക്രട്ട്, ജഹ്ർ എന്ന് പറഞ്ഞാൽ ഒച്ചത്തിലുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ പരസ്യമാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ രഹസ്യങ്ങളെയും നിങ്ങളുടെ പരസ്യങ്ങളെയും അറിയുന്ന പടച്ചോൻ. വയഅലമു മാ തക്സിബൂൻ, നിങ്ങൾ സമ്പാദിക്കുന്നത്, അല്ലേ? കസബ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യമാണ്. തക്സിബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്പാദിക്കുന്നു. മാ തക്സിബു, നിങ്ങൾ സമ്പാദിക്കുന്നതായ യാതൊന്ന്. ഇതൊക്കെ ആർക്കറിയാം? അതൊക്കെ പടച്ചോനറിയാമെന്നാണ് പറയണത്. എല്ലാം പടച്ചോനറിയാം. ആകാശഭൂമികളിലെല്ലാം ഏക ആരാധ്യനായിരിക്കാൻ അർഹൻ പടച്ചോൻ മാത്രാണെന്നായി പറഞ്ഞത്. ഭൂമിയിലും ആകാശങ്ങളിലും ഭൂമിയിലൊക്കെ പടച്ചോൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അർഹത, ആരാധനക്ക്, ഉലൂഹിയത്തിന് അർഹത പടച്ചോൻ മാത്രമാണ്.
അവനാണെങ്കിലോ മനുഷ്യന്മാരുടെ സകല രഹസ്യ പരസ്യങ്ങളും അറിയാം. സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങളുടെ മന്ത്രവും പോലും അറിയുന്നവനാണ് പടച്ചോൻ. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ ഭാവിയെക്കുറിച്ച് ബോധപൂർവം കരുതിയിരിക്കേണ്ടതുണ്ട്. ഇതാണ് ഈ 3-ാമത്തെ ആയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ആയത്തുകളുടെയൊക്കെ ഒരു പ്രതിപാദ്യ വിഷയം മനുഷ്യനോട് ഇങ്ങനെ പൊതുവായിട്ട് പറയുകയാണെങ്കിലും പ്രത്യേകം കാഫിറുകളായിട്ടുള്ള ആളുകളെ, ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ വികലതകൾ സംഭവിച്ചിട്ടുള്ള ആളുകളെ പ്രത്യേകം ഉന്നം വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്ക് എന്ത് മനസ്സിലാക്കാം? 4-ാമത്തെ 5-ാമത്തെ ആയത്തുകൾ ബോധ്യപ്പെടുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കാം. എന്താ 4-ാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. വമാ തഅതീഹിം, അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ്. തഅതി അല്ലേ, താന്നുള്ളതാണ് വന്ന്, താന്നാണ് വന്നു. തഅതീഹിം, അവരിലേക്ക് വരുന്നില്ല. എന്താണ് വരാത്തത്? മിൻ ആയത്തിൻ, ആയത്തിൽ നിന്ന് വരുന്നില്ല. ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം അവർക്ക് വരുന്നില്ല. അവരുടെ റബ്ബിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവും തന്നെ അവർക്ക് വരുന്നില്ല. മിൻ ആയാതി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതായ ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം അവർക്ക് വരുന്നില്ല. ഇല്ലാ കാനു അൻഹാ മുഅ്രിദീൻ, അതിൻ്റെ അർത്ഥം അവർക്കൊന്നും വരുന്നില്ല എന്നല്ല. ഇസ്തിസ്നാ കൊടുത്തു, ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ. അപ്പോൾ ഒരു കണ്ടീഷനോട് കൂടിയല്ലാതെ അവരിലേക്ക് ദൃഷ്ടാന്തം എത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാനു, അവർ ആയിരുന്നു, അൻഹ, അതിനെ തൊട്ട്, മുഅ്രിദീൻ, പിന്തിരിയുന്നവർ, അശ്രദ്ധരായി കഴിയുന്നവർ, അവഗണിക്കുന്നവർ. മുഅ്രിദൂൻ എന്ന കാറ്റഗറിയിൽ അവർ ആയിരിക്കുമ്പോൾ അല്ലാതെ അവരിലേക്ക് ആയത്ത് വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കിട്ടിയാലും ശരി അവരതിനൊക്കെ പിൻപറ്റാതെ അതിനൊക്കെ നെവർ മൈൻഡ് അടിച്ച് കളയുന്ന രൂപത്തിൽ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. എത്രമേൽ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിസ്സാരമായി ചിന്തിച്ചാൽ മതി നമ്മൾ ഇതിനെ പറ്റിയിട്ട്. ഒരു ദൃഷ്ടാന്തം അവർക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ദൃഷ്ടാന്തവും കിട്ടാതെ അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഇല്ലാ കാനു അൻഹ മുഅ്രിദീൻ, അവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വരുന്നുണ്ട് എന്നും ദൃഷ്ടാന്തങ്ങളോടൊക്കെയുള്ള അവരുടെ നിലപാട്, സമീപനം എത്രമാൽ പുച്ഛമായിട്ടുള്ളതാണ് എന്നും പരിഹസിക്കുകയാണ് പടച്ചോൻ ഈ ആയത്തിൽ ചെയ്യുന്നത്. 5-ാമത്തെ ആയത്തിൽ അതിനേക്കാൾ ഗൗരവമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫഖദ് കദ്ദബൂ ബിൽ ഹഖി ലമ്മാ ജാഅഹും ഫസൗഫ യഅതീഹിം അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അങ്ങനെ അവർക്ക് ഫഖദ് കദ്ദബൂ, അവർ വ്യാജമാക്കി കളഞ്ഞിരിക്കുന്നു, ബിൽ ഹഖി, സത്യം അവർക്ക് വന്നപ്പോൾ അവർ ലമ്മാ ജാഅഹും, അവരിലേക്ക് സത്യവും കൊണ്ടുവന്ന സമയത്ത് അവരതിനെ നിഷേധിച്ചു. ഫസൗഫ യഅതീഹിം അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അവരേതിനെ പറ്റിയാണോ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വൃത്താന്തങ്ങൾ, അംബാകൾ, നബകൾ അവർക്കെന്ത് ചെയ്യും? എത്തും. സൗഫ യഅതീഹിം, അവരിലേക്ക് എത്തന്നെ ചെയ്യും. സമീപ ഭാവിയിൽ എത്തും എന്നാണ് പറയുന്നത്. സൗഫ എന്ന് പ്രയോഗിക്കുന്ന അതിനാണ്. സമീപ ഭാവിയിൽ അവർ തിരിച്ചറിയും, അവരിലേക്ക് എത്തും എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുകയാണ്. വാക്കുകളൊക്കെ അതിൽ നമ്മൾ ശരിക്കും പഠിക്കണം. നബ എന്നുള്ള വാക്ക് അതിൽ നമ്മൾ നേരത്തെയും നമുക്കറിയുന്ന വാക്കുകൾ തന്നെ ആയിരിക്കാം. ജാ ഹക്ക് അല്ലേ, ഹക്ക് യാഥാർത്ഥ്യം അല്ലേ എന്ന അർത്ഥത്തിലാണ്. കദ്ദബ, കദ്ദബു, അവർ നിഷേധിച്ചു എന്നാണ്. അപ്പോൾ ഖുർആൻ പ്രവാചകത്വം, അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഹക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാചകത്വവുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് എത്തുന്നു. ഖുർആൻ അതിന് തെളിവായിട്ട് ആയത്തുകൾ അവർക്ക് ഉദ്ധരിച്ചു കൊടുക്കുന്നു. ഇതിനൊക്കെ വ്യാജമാക്കി പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ ഒക്കെ അവർക്ക് താമസിയാതെ കിട്ടുമെന്നാണ് ഈ ആയത്ത് പറയുന്നത് എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ആയത്തുകളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. അതിനുവേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് പ്രത്യേകം എന്ത് ചെയ്യാണ് ഓർമ്മപ്പെടുത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് 6-ാമത്തെ ആയത്ത് കൂടി നോക്കാം. അലം യറൗ കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ മക്കന്നാഹും ഫിൽ അർളി മാ ലം നുമക്കിൻ ലക്കും വഅർസൽനാ അസ്സമാഅ അലൈഹിം മിദ്റാറ
وجعلنا الأنهار تجري من تحتهم فأهلكناهم بذنوبهم وأنشأنا من بعدهم قرنا آخرين. ഈ ആയത്തിലും പറയണങ്ങൾ നോക്കൂ. അലം യറൗ അവർ കണ്ടില്ലേ എന്നുള്ളതാണ്. ലം എന്ന് പറഞ്ഞാൽ ഇല്ല, അലം എന്ന് പറഞ്ഞാൽ ഇല്ലേ. യറൗ ലം എന്ന് വന്നാൽ പിന്നെ അതിന് ശേഷം ജസ്മ് ചെയ്യണം. അതുകൊണ്ടാണ് യറൗന എന്ന് പറയാതെ യറൗ എന്ന് വന്നത്. അനൂന ഹദ്ഫ് ചെയ്തു. കം അഹ്ലക്ന എത്രയാണ് നാം നശിപ്പിച്ചത്. അഹ്ലക്ക നശിപ്പിച്ചു, ഹലക്ക നശിച്ചു, അഹ്ലക്ക നശിപ്പിച്ചു, അഹ്ലക്ന നാം നശിപ്പിച്ചു. കം അഹ്ലക്ന നാം എത്രയാണ് നശിപ്പിച്ചത്. മിൻ കബലിഹിം അവരുടെ മുമ്പ്, മിൻ കർണിൻ നൂറ്റാണ്ടുകളിൽ നിന്ന്, തലമുറകളിൽ നിന്ന് എന്നൊക്കെ അർത്ഥം. മക്കന്നാഹും നാം അവർക്ക് താമസ സൗകര്യം നൽകി. നാം താമസ സൗകര്യം നൽകി. ഹും അവർക്ക് ഫിൽ അർദി ഭൂമിയിൽ മാലം നുമക്കിൻ ലക്കും എത്ര ഗൗരവമുള്ള വാക്കുകൾ ആലോചിച്ച് നോക്കൂ. നാം സൗകര്യം നിങ്ങൾക്ക് നൽകാത്തതായ സൗകര്യം അവർക്ക് കൊടുത്തു എന്നാണ് അല്ലേ. നാം നിങ്ങൾക്ക് തരാത്ത സൗകര്യം അവർക്ക് നൽകി എന്നുള്ളതാണ്. അവിശ്വാസികളായിട്ടുള്ള ആ തലമുറക്ക് നമ്മൾ അത്രയും സൗകര്യം കൊടുത്തു. നാം അയച്ചു, നാം ഇറക്കി. അർസല അല്ലേ. അസ്സമാ ഉപരിലോകത്ത് നിന്ന് അലൈഹിം അവരുടെ മേൽ മിദ്റാറൻ സമൃദ്ധമായിട്ടിറക്കി, തുടർച്ചയായിട്ടിറക്കി. അത് ആ മഴയായിട്ട് അവർക്ക് ആ കിട്ടിയത് വഴി എമ്പാടും വജഅൽനൽ അൻഹാറ തജ്രി മിൻ തഹ്തിഹിം അവരുടെ തായ് ഭാഗത്തുകൂടി അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുക്കിക്കളഞ്ഞു. ഫഅഹ്ലക്നാഹും എന്നിട്ട് നാം അവരെ എന്ത് ചെയ്തു? എന്നിട്ട് നാം അവരെ നശിപ്പിച്ചു. എന്തുകൊണ്ടാണ് നശിപ്പിച്ചത്? ബിദുനൂബിഹിം അവരുടെ പാപങ്ങളെ കൊണ്ട് നശിപ്പിച്ചു. ഗൗരവം ഓർക്കണം നമ്മൾ. വഅൻശഅനാ മിൻ ബഅദിഹിം ഖർനൻ ആഖരീൻ എന്നിട്ട് അവർക്ക് ശേഷം വേറൊരു തലമുറയെ നാം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ശക്തിയും പ്രതാപവും ക്ഷേമവും ഐശ്വര്യവും ഒക്കെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളൊക്കെ എത്രയോ വലിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനതയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെക്കാളൊക്കെ എത്രയോ വലിയ ടീമായിരുന്നു ആരെന്നറിയങ്ങൾ ആദ് സമൂദ് പോലെയുള്ള സമുദായങ്ങൾ. പക്ഷെ നന്ദി ഉണ്ടായില്ല അവർക്ക്. ഒരു നന്ദികേട് കാണിച്ചു. അതുകൊണ്ട് അവരെയൊക്കെ നശിപ്പിച്ചു. അതൊക്കെ വിശദമായി ഖുർആൻ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. നമ്മൾക്ക് ഒരുപാട് കേട്ടതും ചരിത്രങ്ങൾ വായിച്ചതും പഠിച്ചതും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓർമ്മ വെച്ചോളൂ കേട്ടോ. ഇതൊന്നും നിങ്ങൾക്കും വരാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അള്ളാഹു തൽസ്ഥാനത്തേക്ക് ആ മല്ലന്മാരും ശക്തന്മാരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ ആൾക്കാർ അവരതിനൊക്കെ നിഷേധിച്ച് കളഞ്ഞപ്പോൾ നിങ്ങൾ നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ പ്രാധാന്യമുള്ളൊരു ഭാഗമായിട്ട് ഫീൽ ചെയ്തത് അറിയാം. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്തത്. മിന്നായത്തി റബ്ബിയും ഇല്ലാക്കാനും അൻഹാമരുതി അവരവഗണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളോട് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം അവഗണനയായിരിക്കാൻ പാടില്ല. വളരെ പ്രാധാന്യത്തോടു കൂടി അതിന് മുഖവിലക്കെടുത്ത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതിനോട് നീതിയുക്തമായി പെരുമാറുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് 6 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ ഓരോന്നും നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കുകയും അറിയുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിലെ വാക്കർത്ഥങ്ങൾ, ഇതിലെ വിശദീകരണങ്ങൾ, ഇതിലെ പ്രത്യേകമായിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാം, കേൾക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.